നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട മതഭീകരത, ആ പ്രദേശത്തെ ഒന്നടങ്കം സംഘർഷത്തിലേക്ക് തള്ളിവിട്ട ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ നടത്തിയ നരനായാട്ടിന് ഒരു മാസം തികയുകയാണ്. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യയിൽ, ഇസ്രായേലിൽ ഉരുണ്ടുകൂടുകയാണ്. ഇസ്രായേൽ ആ ഒരു പ്രദേശത്ത്, ആ രാജ്യത്ത് സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ, ഹമാസുമായുള്ള പോരാട്ടം, ഇസ്രായേൽ സൈന്യത്തിന്റെ പോരാട്ടം അതിരൂക്ഷമായി തുടരുമ്പോഴും ഇങ്ങ് കേരളത്തിലും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഹമാസ് ഭീകരരെ വെള്ളപൂശാനുള്ള ഒരു യുദ്ധം, ഹമാസിനെ ഭീകരർ എന്ന് വിളിക്കുന്നവർക്കെതിരെ ഉറഞ്ഞു തുള്ളുവാനുള്ള ഒരു യുദ്ധം. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, ഐക്യദാർഢ്യം ഭീകരർക്കോ അതോ പാലസ്തീനോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഇസ്രായേലിൽ നിന്നും ശ്രീ സനൽ ജോസ്, ഒപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. മൂന്നുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സനൽ ജോസ്, അങ്ങ് ഇസ്രായേലിലെ ഹൈഫ ആ ഒരു പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒക്ടോബർ 7-ാം തീയതി സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു നരനായാട്ട് തന്നെയാണ് ഈ മനുഷ്യരൂപത്തിലുള്ള മനുഷ്യപിശാചുക്കളായ ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ അഴിച്ചുവിട്ടത്. അതിന്റെ തൽഫലമായി ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ആ മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. മറുസൈഡിൽ ഗാസയിലായിക്കോട്ടെ, ഈ സാധാരണക്കാരെ മറയാക്കിക്കൊണ്ട് അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഹമാസ് ഭീകരർ ഇസ്രായേൽ ദേശത്തിനെതിരെ ആക്രമണം ശക്തമാക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം, അതിന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിൽ ഏകദേശം ഒരു വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് നിലവിലെ ആ ഒരു മേഖലയിലെ അവസ്ഥ എങ്ങനെയാണ്? ഇസ്രായേൽ ആ ഒരു പ്രദേശത്തെ അവസ്ഥ എങ്ങനെയാണ്? ജനങ്ങളുടെ ഒക്കെ ഒരു ആശങ്ക എത്രത്തോളം ഉണ്ട്? ഒപ്പം തന്നെ ഈ ഇസ്രായേലിലെ സ്ഥിതിഗതികളാണോ അതോ ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളാണോ ഏറ്റവും കൂടുതൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എന്ന നിലയിൽ അങ്ങേ ആശങ്കപ്പെടുത്തുന്നത്? ശ്രീ സനൽ ജോസ്. തീർച്ചയായിട്ടും ഇവിടെ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധത്തെക്കാൾ ഭയക്കേണ്ടതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ അന്തിച്ചർച്ചകൾ എന്നെനിക്ക് തോന്നുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ട് എനിക്ക് തോന്നിയത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏതു വിധത്തിലാണ് നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്പരപ്പ് ഉളവാകുന്ന കാര്യം തന്നെയാണ്. ഒക്ടോബർ മാസം 7-ാം തീയതി പുലർച്ചെയാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് അതിർത്തി ഒളിച്ച് കടന്നെത്തിയ ഒരു സംഘം ആളുകൾ വെടിയുതിർക്കുകയും കയ്യിൽ കിട്ടിയ ആളുകളെയെല്ലാം ജീവനോട് പിടികൊണ്ടുപോവുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങൾ അടക്കം നവമാധ്യമങ്ങളിൽ കേരളത്തിലൊക്കെ പ്രചരിച്ചതാണ്. അതായത് ഒക്ടോബർ 7-8 തീയതികളിലാണ് അത് സംഭവിച്ചത്. എന്നാൽ അതിനുശേഷമാണ് ഇസ്രായേൽ ഒരു തിരിച്ചടി എന്ന വണ്ണം ഒരു യുദ്ധത്തിലേക്ക് കടന്നത്. യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിച്ചത്, ഇസ്രായേലിനെ ഒരു ഭീകര രാഷ്ട്രമായിട്ട് ചിത്രീകരിക്കാനുള്ളതായ ഒരു വ്യഗ്രത കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ, അതും പൊതുവിൽ നിന്നും രാഷ്ട്രീയ മേഖലകളിൽ നിന്നെല്ലാം കണ്ടുവരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ഇതില് ശക്തമായ പ്രതിഷേധം കൂടി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഒരു സെക്കൻഡ് ശ്രീ സനൽ ജോസ്, നമുക്ക് അങ്ങ് സൂചിപ്പിച്ചു ഈ ഒക്ടോബർ 7-ലെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകുന്നത്. പലപ്പോഴും കേരളത്തിലുള്ള പലരും ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന ഓമന പേരിട്ട് പലപ്പോഴും ഈ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ പലപ്പോഴും ഇസ്രായേലിനെ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ഈ ഒക്ടോബർ 7-ന് മുമ്പ് ഇസ്രായേലും അല്ലെങ്കിൽ ഗാസ ആ ഒരു പ്രദേശം തമ്മിലുള്ള ആ ഒരു ബന്ധം പലപ്പോഴും കൃത്യമായി തന്നെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒക്ടോബർ 7-ാം തീയതിക്ക് മുമ്പ് ഈ ഗാസയിൽ നിന്നും അവിടുത്തെ എക്കണോമി വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗാസയിലെ സാധാരണക്കാർക്ക് ഇസ്രായേലിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഒക്കെ ഇസ്രായേൽ കൊടുക്കുന്നു. വളരെ മനുഷ്യത്വപരമായിട്ടുള്ള പല സമീപനങ്ങളും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ഹമാസ് ഭീകരർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. അപ്പോൾ ആ കാര്യം കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാമോ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ? ഇസ്രായേലിന്റെ ചിത്രം പരിശോധിച്ചാൽ ഇസ്രായേൽ എന്നാണ് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാത്തത്? ഇപ്പോൾ തന്നെ ഗാസയിലും വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയായ പ്രദേശത്ത് താമസിക്കുന്നതായ ഫലസ്തീനികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ വരുമാനത്തിനായിട്ട് കടന്നു വരുന്നത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്നതായ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് തന്നെയാണ്.
അവരിവിടെ വന്ന സമാധാനത്തോടുകൂടി ചെറിയ ചെറിയ ജോലികൾ, കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം 1-2 ആഴ്ച കൂടുമ്പോൾ അവരുടെ ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നു. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് മടങ്ങി വരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതായ ഒരു സമാധാന അന്തരീക്ഷത്തെയാണ് ഒക്ടോബർ 7-ാം തീയതിയത്തെ പുലർച്ചയിൽ നടന്നതായ അപ്രതീക്ഷിത ആക്രമണത്തിൽ, ഈ പറയുന്നതായ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ സമാധാന അന്തരീക്ഷം പൂർണ്ണമായിട്ടും തകർത്ത് കളയുകയാണ് ചെയ്തത്. ഓക്കെ, നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ആ പോയിന്റിലേക്ക് വന്നോളൂ. കേരളത്തിലെ സാഹചര്യം അതായിരുന്നു അങ്ങ് പറഞ്ഞിരുന്നത്, പറഞ്ഞോളൂ. കേരളത്തിലെ വളരെ പറയുക, ഒക്ടോബർ 7-ാം തീയതി മുതൽ യുദ്ധം തുടങ്ങി. ആദ്യത്തെ 2 ദിവസം വളരെ കൃത്യമായിട്ട് തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്തു ഹമാസ് ആക്രമിച്ചു എന്നും ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു എന്നും. എന്നാൽ ഇസ്രായേൽ തിരിച്ചൊരു യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അതോടുകൂടി മുഖ്യധാര മാധ്യമങ്ങളെല്ലാം നേരെ തിരിയുന്നു, രാഷ്ട്രീയ രംഗം തിരിയുന്നു. സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരെന്ന് സ്വയം പറയുന്നവരുമായ ആളുകൾ പോലും മറിച്ചുള്ളതായ, ഇവിടെ നടന്ന യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും പ്രസ്താവനകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറെ ദയനീയമെന്ന് പറയുന്നത്. ഇതിൽ അന്തിച്ചർച്ചകൾ, എത്ര ദിവസമായി അന്തിച്ചർച്ച തുടങ്ങിയിട്ട്? മാധ്യമങ്ങളുടെ അന്തിച്ചർച്ച എന്ന് പറയുന്നത് റേറ്റിങ്ങിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക താല്പര്യം സംരക്ഷിച്ച് നിർത്തുക എന്ന രീതിയിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണൂര് ഒരു ദിവസം ഒരു ആന ഇറങ്ങി, അന്ന് മാധ്യമങ്ങളെല്ലാം കണ്ണൂരിന്റെ പുറകെയായിരുന്നു. അന്ന് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ടല്ല, അന്നത്തെ അന്തിച്ചർച്ച മൊത്തം കണ്ണൂരായിരുന്നു, കണ്ണൂർ ഇറങ്ങിയ ആനയായിരുന്നു. പിന്നെ അതിനുശേഷം 1-2 ദിവസങ്ങളിൽ മാത്രം മറ്റ് ചെറിയ ചെറിയ സംഭവങ്ങളുടെ താൽക്കാലികമായ റേറ്റിംഗ്, ഫോർ എക്സാമ്പിൾ കളമശ്ശേരിയിലെ സ്ഫോടനം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നു. എന്നാൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എടുത്തിടുന്നത് കൃത്യമായിട്ടുള്ളതായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിനോ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അത് അവതാരം മാത്രമല്ല, ചർച്ചയ്ക്ക് കടന്നു വരുന്നവരായ രാഷ്ട്രീയ നിഷ്പക്ഷരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ പോലും ഇവിടെ നടക്കുന്ന രീതിയിലല്ലാത്ത ഒരു വ്യാഖ്യാനം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നമുക്ക് സമീപ ദിവസങ്ങളിലെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമീപനം പ്രത്യേകിച്ച് കേരളത്തിലെ പല രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പക്ഷപാതപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിങ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വരുമ്പോൾ ചില രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഭീകരത കാണിച്ച ഹമാസ് ഭീകരരെ അവര് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്തത് എന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ ഈ ക്രൂരതകളെ എങ്ങനെ അവർക്ക് ന്യായീകരിക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊല്ലുന്നു, പച്ചയ്ക്ക് ജീവനോടെ കത്തിക്കുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, പ്രായമായിട്ടുള്ളവരെ തട്ടിക്കൊണ്ടുപോകുന്നു, വീടുകൾക്ക് തീയിടുന്നു. ഇതുവരെ ഒരു മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന ക്രൂരതകൾ കാണിച്ചവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും ഈ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നതെന്നൊക്കെ പറയുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും പ്രതികരണങ്ങൾ ഉയരുമ്പോൾ ഇസ്രായേലിലെ ഒരു മലയാളി സമൂഹത്തിന്റെ ആശങ്കകൾ എത്രത്തോളം ശക്തമാണ് ശ്രീ സനൽ? തികച്ചും ഭയപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ തന്നെയാണ്. ഞാൻ ഈ പ്രതികരണം നടത്തിയ വ്യക്തികളെയോ അവർ പ്രതിനിധി എന്ന പ്രസ്ഥാനത്തെയോ അവർ പറയുന്നതായ മാധ്യമങ്ങളുടെയോ ഒന്നും പേരുകൾ ഇവിടെ പ്രസ്താവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തീർത്തും വ്യതിചലിച്ചു പോകുന്നതായ പ്രസ്താവന, ഫോർ എക്സാമ്പിൾ 1947 മുതൽ എന്ന ഒരു ചരിത്രത്തിൽ ആ ഒരു ഡേറ്റിൽ തൂങ്ങിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം വാചാലരാകുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ആരംഭിക്കുന്നത് 1948 തന്നെയല്ലല്ലോ. 48 മെയ് മാസം 14 തീയതി ഈ ഒരു രാഷ്ട്രം രൂപം കൊണ്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഈ 75 വർഷത്തോളമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അത് സമ്മതിക്കുന്നു. ഇനി മരണം അത് ഏത് ഭാഗത്ത് നടന്നാലും, അത് ഇസ്രായേലിന്റെ ഭാഗത്തായിക്കോട്ടെ, ഇനി പലസ്തീന്റെ ഭാഗത്തായിക്കോട്ടെ, അതല്ല റഷ്യയുടെ ഭാഗത്തും ഉക്രൈന്റെ ഭാഗത്തും ആയിക്കോട്ടെ, ലോകത്തെ ഏതൊരു സംഘർഷത്തിലും ഒരു തരത്തിലും മരണത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല. എല്ലാ രീതിയിലും ഇരുപക്ഷത്തും നടന്ന മരണത്തെ നിരുപാധികം ോടുകൂടി അത് നടക്കരുതാത്തതായിരുന്നു എന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടതെങ്കിലും ഈ പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്ന സംഘർഷങ്ങളും തുടങ്ങിയിട്ട് അതിനു മുമ്പേ അതിനൊക്കെ ഒരുപാട് മുമ്പത്തെ വർഷങ്ങളുടെ ചരിത്രമുണ്ട്. അത് മാത്രമല്ല ഈ ലാൻഡിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നമ്മൾ കൂടുതൽ പഠനം നടത്തുമ്പോൾ അറിയാൻ പറ്റും ഈ ലാൻഡിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നും ഈ ലാൻഡ് ആർക്ക് കൊടുത്തതാണെന്നൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോ അവരുടെ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് ഒരു നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇവിടെ നടത്തുന്നത്. ദൗർഭാഗ്യവശാൽ മീഡിയ അതിനെ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിക്കുകയാണ്. ലോകത്തിൽ എന്നും ശ്രദ്ധിക്കേണ്ടത്, സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ന്യൂനപക്ഷം.
പറയുന്ന, ഇത് പ്രാവർത്തികമാക്കേണ്ട രാഷ്ട്രീയ നേതാക്കളാണ് ഇസ്രായേലിനെതിരെ ഇല്ലാത്ത വാദഗതികൾ ഉയർത്തിക്കൊണ്ട് ഭീകര രാഷ്ട്രം എന്ന് ചിത്രീകരിക്കാനായിട്ട് നടക്കുന്നത് എന്നതാണ് ഇസ്രായേലിലെ മലയാളി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക. ഓക്കെ, ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് തിരിച്ചു വരാം. ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാം ഈ ഒക്ടോബർ 7 ആ ഒരു ഹമാസ് ഭീകരർ നടത്തിയ നായാട്ടിന് ശേഷം വളരെയധികം സംഘർഷഭരിതമാണ്. ഒരുപക്ഷെ ഒരു പ്രത്യക്ഷത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ ഒക്ടോബർ 7 മുമ്പ് ഇസ്രായേൽ ആ ഒരു പ്രദേശം, മിഡിൽ ഈസ്റ്റ്, പറയത്തക്ക കാര്യമായിട്ടുള്ള സംഘർഷ വാർത്തകളൊന്നും ഈ 2023 ആ സംഘർഷത്തിന് ശേഷം പറയത്തക്കതായിട്ടുള്ള വാർത്തകളൊന്നും വരുന്നില്ലായിരുന്നു. നേരത്തെ ശ്രീ സനൽ സൂചിപ്പിച്ചതുപോലെ ഈ ഗാസയിലെ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇസ്രായേൽ വളരെയധികം മികച്ച പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള മികച്ച പദ്ധതികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അവസരം, ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ ഹമാസ് ഭീകരർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നു. തൽഫലമായി ഇസ്രായേലിന്റെ ഭാഗത്തും ഗാസയിലും വളരെയധികം കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. ആയിരങ്ങൾ മരിച്ചു വീഴുന്നു, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മരിച്ചു വീഴുന്നു. ഈ മരണത്തിന്റെയൊക്കെ യഥാർത്ഥ ഉത്തരവാദി ആരാണ് ശ്രീ ടി ദേവപ്രസാദ്? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അത്? കാരണം ഒക്ടോബർ മാസം 7 രാത്രിയിൽ വളരെ സമാധാനമായി കഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ബോംബുകളുമായി കടന്നു വന്നവരല്ലാതെ ആരാണ് ഇന്ന് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ ദുരന്തങ്ങൾക്ക് മുഴുവൻ കാരണം? അത് ഹമാസ് തന്നെയാണെന്നുള്ളതിന് ഒരു സംശയമില്ലല്ലോ. ഹമാസാണ് ഇസ്രായേലിനെ ഒരു ജോജി പറഞ്ഞാൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ ഒരു അബ്രാഹമിക് അക്കോർഡിലേക്കൊക്കെ പോവായിരുന്നു ലോകം. അതായത് ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ ഒരു ഒരു ഐക്യത്തിലേക്ക് വരാൻ പോവായിരുന്നു. അതിനെല്ലാം തകർക്കുകയാണ് ചെയ്തത് അവര്. അതിനെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, വളരെ ബോധപൂർവമായിട്ട് അതിനെല്ലാം തകർക്കുക ചെയ്തത്. ഇസ്രായേലും അതുപോലെ അറബ് രാജ്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു ബന്ധത്തിലേക്കും ഒരു കരാറിലേക്കൊക്കെ ലോകം എത്തിക്കൊണ്ടിരിക്കുവായിരുന്നു, അമേരിക്കയുടെ ഒക്കെ ഒരു സ്വാധീനത്തിലൊക്കെ ആയിട്ട്. അതിനെയെല്ലാം തകർത്തുകൊണ്ട് ഒരു ഭീകര പ്രസ്ഥാനം ഒരു രാത്രിയിൽ കടന്നു വന്നു. ഇവര് ശാന്തമായി അവരോടത്തെ സിംഖാത തോറാന്നു അങ്ങനെ പറയുന്ന ഒരു ആഘോഷത്തിന്റെ ഒരു ആലസ്യത്തിലായിരുന്നു. അങ്ങനെ നൃത്തവും പാട്ടും ഒക്കെ ആയിട്ട് വരുന്ന ഒരു നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന അവിടെ നൃത്തവും പാട്ടും ഒക്കെ ആയി കഴിഞ്ഞ ഒരു സംഗീത സദസ്സിൽ ഇരുന്ന 200 പേരെ പിടിച്ചോണ്ട് പോയെന്നല്ലേ പറഞ്ഞു. ഇതാണോ ഈ സമാധാനത്തിന് വേണ്ടിയാണോ അവരെ പിടിച്ചോണ്ട് പോയത്? ഇന്നും എന്താണ് ഇത്തരം യുദ്ധം നടക്കുമ്പോൾ ഈ തീവ്രവാദികളെ പിടിച്ചോണ്ട് പോയ, ബന്ദികളായവരെ പിടിച്ചോണ്ട് പോയവരെ വിട്ടുകൊടുത്ത് സമാധാനത്തിന് പറയുകയാണെങ്കിൽ അതിനൊരു കാര്യമില്ലേ? ഇപ്പൊ എപ്പോഴും അവരെ പിടിച്ചവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവര് വെടിനിർത്തി ഇവരെ വിട്ടുകൊടുക്കുന്ന എന്താ ഉറപ്പ് എന്തായിരിക്കുന്നത്? അത് ഇവിടുത്തെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പിന്നെ എല്ലാവരും ചാനലിലേക്ക് വരുമോ, സോഷ്യൽ മീഡിയയിലേക്ക്, അതൊക്കെ കുറെ പേര് അതെല്ലാം അങ്ങോട്ട് കൈയാളുന്നു. അതിന് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും ഇന്ത്യ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉറച്ചു നിലപാടിലാണല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ UN പോലും വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് മലയാളി എന്നുള്ളതല്ല, നിങ്ങൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ഉറച്ചൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. UN പോലും ഒരു നിഷ്പക്ഷ നിലപാടാണ് എടുത്തത്. അതായത് അവരുടെ ഈ ലോകരാഷ്ട്രങ്ങൾ ഇവരെ ഭീകരരെന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞത് പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ചില്ല. യുദ്ധം നിർത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും. അത് പറഞ്ഞാൽ മരണം, കൊലപാതകം, അല്ല ജീവൻ നഷ്ടപ്പെടുന്നത് ദാരുണമാണ്. അത് ആരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ദാരുണമാണ്. പക്ഷേ അതിനകത്ത് ഇസ്രായേലിനെ ഭീകര രാഷ്ട്രം എന്ന് വിളിക്കുന്നതും, അല്ലെങ്കിൽ ഹമാസിനെ സ്വാതന്ത്ര്യ സമരം ഇതാണ്. ഇങ്ങനെ ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ തന്നെ പറഞ്ഞു ഹമാസിന്റെ പുറകില് കുറെ കഥകളുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭീകര പ്രസ്ഥാനത്തിന് പുറകിൽ ഇങ്ങനെ കഥയില്ലാത്തൊരു പ്രസ്ഥാനമുണ്ട്? നമ്മുടെ ഭാരതത്തിലെ തന്നെ കാശ്മീർ ഇപ്പം ജലീലൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ആസാദ് കാശ്മീർ എന്നൊക്കെ, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയൊക്കെ പറയുന്നത് തീവ്രവാദത്തെ കുറിച്ചൊക്കെ, അദ്ദേഹത്തിനുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യർ വില കൊടുക്കത്തില്ല. കാരണം അവർക്കൊക്കെ ചില കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന് പറയാം. അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ കേരളത്തിൽ കിടന്ന് ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഹമാസ് ആണ് തീവ്രവാദികൾ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റിനോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ, പൊതുവായ ജനങ്ങൾക്കോ, പിന്നെ കുറെ പേര് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ ചില നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ഇസ്രായേലിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നവരുടെ തീവ്രവാദത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. അവര് ഈ ആ പറയുന്ന ആൾക്കാരുടെ ഒരു തീവ്രവാദത്തെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഇപ്പം പരസ്യമായിട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട്
വളരെ നിയന്ത്രിച്ച് സംസാരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഹമാസ് തീവ്രവാദികളല്ലെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവരാരും വിശ്വസിക്കത്തില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് അതേപടി വിഴുങ്ങുന്ന പാർട്ടി അടിമകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് വിശ്വസിച്ചെന്നിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അവര് ഹമാസ് തീവ്രവാദികളല്ല, അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്, അവർ സമാധാനത്തിന്റെ പോരാളികളാണ് എന്നൊക്കെ പറഞ്ഞാല് പിന്നെ ഈ ഹമാസിനെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് ഹമാസിനെ പാലസ്തീൻ ജനത പോലും അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പൊ 2007 ശേഷം ഗാസയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. 2007 ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ അതെ, അതുപോലെ തന്നെ വളരെ കൃത്യമായി അറിയുന്ന ഒരു കാര്യമാണ്, ഇസ്രായേലിനെ കയറി ഇങ്ങനെ ഒരു ആക്രമിച്ചാൽ അത് തിരിച്ചാക്രമിക്കുന്നവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ലോ അവർ ആക്രമിക്കുന്നത്. ആ തിരിച്ചാക്രമിച്ചാൽ കാഷ്വാലിറ്റി ഉണ്ടാകുന്നവർക്ക് ഇവർ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ, അവർ ആരാന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ ഒളിത്താവളങ്ങളിലൊക്കെ സുരക്ഷിതരായിട്ടുണ്ട്. ജനങ്ങളെ വിട്ടുകൊടുത്ത് അവിടുത്തെ മാസത്തിൽ ഇവര് കൊണ്ടുപോയ 236 പേരെയല്ല, ശരിക്കും പാലസ്തീനികളെ ബന്ദികളാക്കിയിരിക്കുകയാണ് അവര്. അവർക്കുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ദുരിതത്തിന് മുഴുവൻ കാരണം ഇവരാണ്. അല്ലെങ്കിൽ ഇപ്പം ഇസ്രായേലി എന്ന് പറഞ്ഞ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ അവരവിടെ വന്ന് ജോലി ചെയ്യുന്ന അതൊക്കെ അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒന്നും നമുക്ക് അത്ര ഡയറക്റ്റ് അറിയുന്ന കാര്യം. എന്തൊക്കെയായാലും അവിടെ സമാധാനത്തിലും ഒരുമാതിരി കുഴപ്പമില്ലാതെയൊക്കെ ജീവിച്ചിരുന്നിടത്ത് ഇന്നത്തെ ഈ ഒരു അന്തരീക്ഷം മുഴുവൻ ഉണ്ടാക്കിയത് ഇവർ ഒക്ടോബർ 7 രാത്രിയിൽ നടത്തിയ ആക്രമണങ്ങളാണ്. അന്നത്തെ അവരുടെ അവകാശം എന്തായിരുന്നു? ഇത് വലിയ മഹാകാര്യം ചെയ്തല്ലോ, 5000 ബോംബ് ഞങ്ങളവിടെ വർഷിച്ചു, 5000 റോക്കറ്റുകൾ ഞങ്ങൾ വർഷിച്ചു എന്നൊക്കെ എന്തൊരു അഭിമാനത്തോടെ അവർ പറഞ്ഞ്. ഇതാണോ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു രീതി? ഇതാണോ ഒരു സ്വാതന്ത്ര്യ സമരം? അപ്പൊ ഇതൊന്നും സ്വാതന്ത്ര്യ സമരം ഒന്നുമല്ല. ഇത് ഒരു തീവ്രവാദം, അതിന്റെ ഏറ്റവും കൃത്യമായ അർത്ഥത്തിലുള്ള തീവ്രവാദമാണ്. അന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും ഇവർ നടത്തുന്നത് സ്വാതന്ത്ര്യ സമരമല്ല, പ്രതിരോധത്തിന്റെ ഭാഗമല്ല, തീവ്രവാദമാണ്, ഭീകരപ്രവർത്തനമാണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആരോട് പ്രതിരോധിക്കുക? അവര് ഡാൻസ് കളിച്ചോണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നിടത്ത് ആരോട് പ്രതിരോധിച്ചാൽ? പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ കേരളത്തിലെ എന്റെ പരിമിതമായിട്ടുള്ള ഒരു അറിവിൽ ആപ്പാടെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ ഭീകരരെന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടത്. ഒന്ന് ശശി തരൂര്, ഒന്ന് ശൈലജ ടീച്ചർ, ഏറ്റവും ഒടുവിൽ MA ബേബി. അവര് തീവ്രവാദികളാണ് എന്ന തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ നമ്മളൊക്കെ പരിണിത പ്രജ്ഞരാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പല നേതാക്കളും ഇത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ, അവര് സ്വാതന്ത്ര്യ സമരമായിട്ട് കാണുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഒരു പാലസ്തീനെതിരെ ഒരു ആക്രമണം, മുസ്ലിമുകൾക്കെതിരെയുള്ള ഒരു ആക്രമണം എന്നുള്ള പോലെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേനും മുസ്ലിം വികാരം ഇവിടെ എടുത്ത് ഇവിടെ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ലാതെ ഇവർക്കൊക്കെ, ഈ പറയുന്നവർക്കൊക്കെ ഇത് സത്യം അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇപ്പൊ തരൂര് ഇങ്ങനെ ഒരു നിലപാടെടുത്തു, ഓപ്പണായിട്ട് നിലപാടെടുത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും നിലപാട് എന്റേതാണ്, അത് മാറ്റിയാലെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പറഞ്ഞു. അതിനിപ്പോ അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അംഗമല്ലേ, അദ്ദേഹത്തോട് അങ്ങനെ പറയരുന്നവർ പറയട്ടെ. പറഞ്ഞില്ലല്ലോ, അവർക്കറിയാം കാര്യം എന്താന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആർക്കും അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല ഈ പറയുന്നത്. ഇവർക്കല്ല തീവ്രവാദത്തെക്കുറിച്ചും മത സൗഹാർദ്ദത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു നിലപാട് നമുക്കറിയാൻ മേലെ. ഈ 5-ാം നൂറ്റാണ്ട് മുതൽ ഒരു ക്രൈസ്തവ ബാസിലിക്ക ആയിരുന്ന ഹാഗിയ സോഫിയ മോസ്കാക്കി എർഗദൻ മോസ്ക് മാറ്റിയപ്പം അത് ന്യായമാണെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഇവിടെ മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ ഇവിടെ പ്രശംസിക്കുന്നത്. അവർ പറയുന്നതൊക്കെ വിശ്വസിക്കാവുന്നതാണ് പറയുന്നത്. അത് വിശ്വസിക്കാവുന്ന, അത് ചിന്തിക്കുന്നവരൊന്നും വിശ്വസിക്കത്തില്ല. പിന്നെ ഈ രാഷ്ട്രീയ അടിമകൾ അങ്ങനെ പറഞ്ഞവര്, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്, എനിക്ക് പ്രയോജനമുണ്ട് എന്ന് കരുതുന്നവരൊക്കെ ചിലപ്പം വിശ്വസിക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യും. അവർ പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ വിശ്വാസമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിന് ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാത്രി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ഒരാൾ ആക്രമിച്ചു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ 1-2 പേരെ കൊന്നു. നമ്മൾ ചാടി എഴുന്നേറ്റ് കള്ളനെ പിടിക്കാൻ പോയ ആക്രമിച്ച കള്ളൻ നല്ലവനും സ്വാതന്ത്ര്യ സമരക്കാരനും, ഇവനെ ഓടിച്ച ഞാൻ ഭീകരവാദി എന്ന് പറഞ്ഞ ഇത് ആർക്കത് മനസ്സിലായി അല്ലത്തേത്? ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഇത് വിളിക്കുന്ന അവര് വളരെ ചെറിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണിത്. ഇതിപ്പം എനിക്ക് തോന്നില്ല ഇതൊന്നും ഇസ്രായേൽ ഇതൊന്നും ഇവിടെ പറയുന്ന ചർച്ചയുടെ ഇത് കേട്ടിട്ടാണ് നെതന്യാഹു തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം ഇതിന്റെ തിരിച്ചടി ആരംഭിച്ചിട്ട് ഇപ്പൊ 15 ദിവസമായി. 7-ാം തീയതി തുടങ്ങിയതാണ്, 23-ാം തീയതിയായി. മാർപ്പാപ്പയൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയം. അല്ലെങ്കിൽ ഈ യുക്രൈനിലൊക്കെ
പുട്ടിനൊക്കെ നടത്തുന്ന പോലെ തന്നെയുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ധാരണ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നു, അങ്ങനെയല്ല. ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. ഇപ്പം മരണസംഖ്യ 9,000 കഴിഞ്ഞെന്നാണ് ഇപ്പൊ ഉള്ള എനിക്കറിയത്തില്ല എന്റെ കൃത്യമായ എങ്കിൽ 9,000 കഴിഞ്ഞെന്നാണ് നമുക്കുള്ളത്. ഇത്രയും പാവപ്പെട്ടവരല്ലേ, സാധാരണക്കാരല്ലേ മരിച്ചു പോകുന്നത്. ഈ ഹമാസ് തീവ്രവാദികൾ എത്ര പേര് അതിനകത്ത് മരിച്ചിട്ട് കാണും? അതിനകത്ത് ഒരു മറുസൈഡ് കൂടി ഉണ്ട് ശ്രീ ടി പ്രസാദ്. നമുക്കറിയാം, ഒരു യുദ്ധത്തിലും ഒരു സാധാരണക്കാരന്റെ ജീവനും പൊലിയരുത്. എല്ലാ ജീവനും വിലപ്പെട്ടതാണ്, സാധാരണക്കാരുടെ നിഷ്കളങ്കരുടെ ജീവൻ വിലപ്പെട്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഹമാസിന്റെ ഈ പൊളിറ്റിക്കൽ ബ്യൂറോ, അതിലെ ഒരു അംഗമായ ശ്രീ ഖാസി അഹമ്മദ് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന നാട്, ഇസ്രായേൽ എന്ന രാജ്യം ഭൂഗമത്തിൽ നിന്നും തുടച്ചു നീക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ്. അത്തരം ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ അതിർത്തിക്ക് അപ്പുറത്ത് ഒരു കൂട്ടർ താമസിക്കുമ്പോൾ എങ്ങനെ ഇസ്രായേലിന് ആയുധം എടുക്കാതിരിക്കാൻ സാധിക്കുമെന്ന ചോദ്യം കൂടി ഇസ്രായേൽ ആയുധം എടുക്കുന്നതിനല്ല, അതിന്റെ കാഷ്വാലിറ്റി വരുന്നത്. ഇപ്പൊ നമ്മള് തീവ്രവാദികളെ ഇവിടെ ഇന്ത്യ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നതിന് ആരെങ്കിലും ഇവിടെ കുറ്റം പറയാറുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഇപ്പൊ മാവോയിസ്റ്റുകൾക്ക് നേരെ നമ്മുടെ പോലീസുകാർ നടത്തുന്ന ആക്രമണങ്ങളെ ആരെങ്കിലും അപലപിക്കാറുണ്ടോ? അപലപിക്കുന്ന വല്ലതൊന്നും കുറച്ചൊരു പേരൊക്കെ കാണുമായിരിക്കും. ഹമാസിനെ അവർക്ക് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാലസ്തീൻ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ പാലസ്തീനിലല്ലേ, അദ്ദേഹത്തിന് ഈ ഹമാസിന് താല്പര്യമായിരിക്കും? അദ്ദേഹം ഫത്വ പാർട്ടിയുടെ ആളാണ്. അത് പഴയ നമ്മുടെ യാസർ അറാഫത്തിന്റെ പാർട്ടിയുടെ ആളാണ്. അവർക്ക് പോലും താല്പര്യമുള്ളവരല്ലത്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട അതിനുള്ള പദ്ധതികൾ. ഇന്നിപ്പോ ഞാൻ ലേറ്റസ്റ്റ് സ്ക്രോൾ ചെയ്ത് കണ്ടത് US കമാൻഡോസും കൂടെ ഈ തീവ്രവാദികളെ നോക്കി വരുന്നു എന്നാണ് പറയുന്നത്. അത് തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇസ്രായേലിന്റെ സംരംഭത്തെ പിന്തുണയ്ക്കുകയും അതേസമയം ഈ യുദ്ധം മൂലം നശിക്കുന്ന പാവങ്ങളോടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ നമ്മൾ യുദ്ധം അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ഒരു ബോംബ് കൂടെ നമ്മൾ ഈ ഉണ്ടാക്കിയ എല്ലാം കൂടെ നഷ്ടപ്പെട്ട നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ, നമ്മളൊരു ആയുസ് കൊണ്ട് കെട്ടിപ്പോക്കിയ നമുക്ക് ഒരു TV രണ്ടാമതൊരെണ്ണം മേടിക്കണമെങ്കിൽ നല്ല നേരം നോക്കണം, അല്ലേ? ഇതെല്ലാം തീർന്നു കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ ഒരു വേദന എന്തോ നമ്മളത് കാണണം. പക്ഷെ അതെങ്ങനെ പരിഹരിക്കും? എന്റെ പരിഹാരമില്ല. അതുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്ന തെറ്റാണ്, ഇസ്രായേൽ കാണിക്കുന്നതാണ് തെറ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഹമാസ് അവരോട് ഈ വെറുതെ ഇരുന്ന മനുഷ്യനെ ഉപദ്രവിച്ച് മേടിക്കുന്ന അവർക്ക് അവരുടെ ജനങ്ങളോട് സ്നേഹമില്ലെന്നുള്ള എന്റെ ഒരു അടയാളം കൂടെ അത്. ഈ തീവ്രവാദികളെ, ലോകത്തെ ഏത് ഭാഗത്തുള്ള തീവ്രവാദികളെയും പിടിച്ചുകൂടാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ സംരംഭങ്ങളും എല്ലാ സർക്കാരുകളും കൂട്ടായി ചെയ്യണം. അതിനകത്ത് ഇതിപ്പം നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമുക്കറിയാലോ, പുടിനും അല്ലെങ്കിൽ ഇറാനും ഒക്കെ കൂടെ ഇപ്പൊ ഒന്നിച്ചിട്ടുണ്ട്. എണ്ണ ബ്ലോക്കേഡ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികളിലേക്ക് ലോകം പോകാതെ ഒരു അവസാനിപ്പിക്കേണ്ടതാണ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായി തന്നെ അങ്ങ് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഹമാസ് തീവ്രവാദികൾ ഈ ഇസ്രായേലിനെതിരെ അഴിച്ചുവിട്ട ആ ഒരു നരനയായിട്ട് അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു മാസത്തോളം കൃത്യമായി തന്നെ അതിന്റെ ആ ക്രൂരത എത്രത്തോളം ഹീനമായിരുന്നു, എത്രത്തോളം ആഴത്തിലാണ് ഇസ്രായേലിന് മുറിവേറ്റത് കൃത്യമായി തന്നെ നാം ചർച്ച ചെയ്യുകയുണ്ടായി, പല വാർത്തകളിലൂടെ നാം കാണുകയുണ്ടായി. പക്ഷേ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഈ മലപ്പുറത്ത് സോളിഡാരിറ്റിയുടെ ഒരു സമ്മേളനത്തിൽ ഓൺലൈനായിട്ട് ഈ ഭീകര കൃത്യം ചെയ്ത കൂട്ടരുടെ വക്താവ് ഖാലിദ് മിഷേൽ, അദ്ദേഹം അവിടെ ഓൺലൈനായിട്ട് വന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ മലപ്പുറത്ത് ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേരള പോലീസിന്റെ ഒരു വെർഷൻ എന്ന് പറയുന്നത് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു എലമെന്റ് അതിൻ്റെ അകത്തില്ല, അതുമായി ബന്ധപ്പെട്ടൊരു കേസെടുക്കാനുള്ള ഒരു വകുപ്പ് ഇല്ല എന്ന തരത്തിലുള്ള നിയമോപദേശമാണ് കേരള പോലീസിന് ലഭിച്ചതെന്ന് കേരള പോലീസ് അവകാശപ്പെടുന്നു. പക്ഷേ ഇത്രത്തോളം ക്രൂരതകൾ ചെയ്ത ഇന്ത്യയിൽ അവരെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും അവരെ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഭീകര സംഘടനയുടെ നേതാവ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മലപ്പുറത്ത് വന്ന് ഒരു സമ്മേളനത്തെ ഓൺലൈനായിട്ട് അഭിസംബോധന ചെയ്തു എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഞെട്ടിക്കേണ്ടതല്ലേ കേരളത്തിന്റെ മതേതര സമൂഹത്തെ? അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. തീർച്ചയായിട്ടും ജോർജി, കേരളത്തിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നടക്കുന്നത്.
ഞാൻ ബോധപൂർവമാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം എന്ന് പറഞ്ഞത്. ഇത് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടത്തുന്ന യുദ്ധമല്ല. അങ്ങനെ ഒരു യുദ്ധം തീർച്ചയായും പാലസ്തീൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. തീർച്ചയായും ഇത് ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധമാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പന്നമായ ടെററിസ്റ്റ് ഓർഗനൈസേഷനായ ഹമാസും ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യവും തമ്മിൽ നടത്തുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട്, ഈ ഹമാസ് തീവ്രവാദികളും ഇസ്രായേലും തമ്മിൽ നടത്തപ്പെടുന്ന യുദ്ധത്തെ കേരളത്തിൽ എന്തോ വലിയ സംഭവം നടക്കുന്നത് പോലെയാണ് നമ്മുടെ മാധ്യമങ്ങളും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ അതിഭീകരമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കേരളത്തിന്റെ മുക്കും മൂലയിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ഹമാസ് അനുകൂല പ്രകടനങ്ങൾ പോലീസിന്റെ എസ്കോർട്ടോടെ നടക്കും. മലപ്പുറത്ത് ഇപ്പൊ ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഹമാസിന്റെ ആഗോള ഭീകര തലവൻ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന മീറ്റിംഗ് നടക്കുന്നു. 10,000-കണക്കിന് ആളുകൾ അതിനു മുമ്പിൽ പോയിരിക്കുന്നു. കോഴിക്കോട് കടൽപ്പുറത്ത് വലിയ സന്നാഹത്തോടെ നടത്തപ്പെട്ട ഹമാസ് അനുകൂല റാലിയും പ്രകടനവും പൊതുസമ്മേളനവും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എങ്ങോട്ടാണ് സൂചന നൽകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മതേതര കേരളത്തെ എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം നമുക്ക് തുടക്കത്തിൽ പരാജയമുണ്ട് ജോലി. അതായത് ഇത് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമായിട്ട് ഉയർത്തിക്കാട്ടുവാൻ മുഖ്യധാരാ മാധ്യമങ്ങളും ഇവിടുത്തെ മത തീവ്രവാദ പക്ഷ നിലപാടുകാരും ശ്രമിച്ചപ്പോൾ അതിനോട് എല്ലാവരും ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പരാജയം. ഇതിനെ ഹമാസ് ഇസ്രായേൽ യുദ്ധമായി കാണുന്നതിൽ അല്ലെങ്കിൽ അത് പ്രൊജക്ട് ചെയ്ത് സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് എവിടെയോ തുടക്കത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. ഈ തീവ്രവാദികളും ഇസ്രായേലും തമ്മിൽ നടത്തുന്ന യുദ്ധത്തെ, ആ തീവ്രവാദികളുടെ തീവ്രവാദ സ്വഭാവത്തെ, അവരെന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്ന പ്രവൃത്തിയെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അല്പം കൂടെ കാര്യഗൗരവത്തോടെ അവതരിപ്പിക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാവരും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന മതേതരത്വത്തെ തകർക്കുന്ന, തീവ്രവാദത്തെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു നിലപാട് ഈ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടാകുമായിരുന്നെന്ന് ഞാൻ കരുതുന്നുമില്ല. ഈ ഹമാസിനെ ഒരു രീതിയിലും പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത് കാണിക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ രണ്ട്, ഈ ഇത്തരത്തിൽ നടത്തപ്പെടുന്ന തീവ്രവാദ നിലപാടുള്ള എല്ലാ രീതിയിലുള്ള പ്രകടനങ്ങളെയും പ്രവർത്തനങ്ങളെയും അവർക്ക് സപ്പോർട്ട്, ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ധനം കൊണ്ടും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ അതിസൂക്ഷ്മമായി വീക്ഷിക്കേണ്ടതുണ്ട്. കാരണം അത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനമാണ്, രാജ്യവിരുദ്ധമായ പ്രവർത്തനമാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റിന് വ്യക്തമായ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ്, അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അത്തരം പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് നീങ്ങുന്നതിന് ഹമാസിനെ നിരോധിക്കണമെന്ന ഒരു കാര്യമൊന്നുമില്ല. ഇപ്പൊ UN ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അവരെ നിരോധിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ നിരോധിക്കുകയോ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകാരെയും അല്ലെങ്കിൽ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. കാരണം അത് രാജ്യത്തിന്റെ നിയമങ്ങൾക്കും രാജ്യത്തിന്റെ അഭിലാഷങ്ങൾക്കും രാജ്യത്തിന്റെ ഇംഗിതത്തിനും രാജ്യത്തിന്റെ തീരുമാനത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് ധാരാളം വകുപ്പുകളുണ്ട്, നിയമങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ ശരിയായ വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നവരെയും ഇലയിലെ അല്ലെങ്കിൽ ഈ ഇളപ്രായത്തിൽ തന്നെ നുള്ളിക്കളയാൻ, മുളയിലെ നുള്ളിക്കളയാൻ സർക്കാരുകളും ഇവിടുത്തെ സംവിധാനങ്ങളും പോലീസും ഒന്നും തയ്യാറാകുന്നില്ലെങ്കിൽ ഈ കേരളവും ഒരു ഗാസയായി മാറാൻ ഒത്തിരി നാളുകൾ വേണ്ടി വരില്ല എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത് ജോർജ്. ഒപ്പം തന്നെ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഈ ഖാലിദ് മിഷേൽ അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ മുഖം വന്നപ്പോൾ തന്നെ അവിടെ കൂടി നിന്ന സാധാരണക്കാർ അടിച്ച ഒരു കയ്യടിയുണ്ട്.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിന്റെ മതേതരത്തിന് അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള ഒരു കാഹളമായിട്ടൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ആ കയ്യടി നമ്മെ ഭീതിപ്പെടുത്തുന്നതല്ലേ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ? തീർച്ചയായിട്ടും ആ നമ്മളെ ഭീതിപ്പെടുന്നത് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ തന്നെ ഭീതി ഉയർത്തുന്ന, ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുന്നതിന് തരത്തിലുള്ള കയ്യടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യയുടെ അഖണ്ഡതയെ, ഇന്ത്യയുടെ ദേശീയതയെ, ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഉയർന്ന കയ്യടികളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇവർക്ക് വേണ്ടി കയ്യടിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇത്തരത്തിൽ കയ്യടിക്കുന്നവരും ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഗാസയില് ഈ പറയുന്ന ഹമാസ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്? അവിടെ അവര് കുടിവെള്ളത്തിന് കിണറുകൾ കുഴിക്കുന്നതിന് പകരം അവിടെ ടണലുകൾ കുഴിക്കുകയായിരുന്നു. ആ ടണലുകൾ എന്തിനാ കുഴിക്കുന്നത്? അവരുടെ തീവ്രവാദികൾക്ക് സുരക്ഷിതമായിട്ട് കയറിയിരിക്കുന്നതിനും കോടാനുകോടി രൂപകളും അതുപോലെ കൊള്ള ചെയ്ത് കൊണ്ടുവരുന്ന വസ്തുവകളും സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ ടണൽ കുഴിക്കുന്ന തിരക്കിലായിരുന്നു. അതേ ഗാസയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പട്ടണം. ആ ഗാസയിലാണ് 12% ജനിച്ചു വീഴുന്ന കുട്ടികളിൽ 12% കുട്ടികൾ ശുദ്ധജലമില്ലാത്തത് മൂലം ഓരോ ദിവസവും മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഒരു ദേശത്ത് അവിടുത്തെ ഈ ഹമാസ് എന്ന് പറയപ്പെടുന്ന തീവ്രവാദ സംഘടന അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ, പാലസ്തീന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് പറയുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവിടെ ടണലുകൾക്ക് പകരം ജനങ്ങൾക്ക് കുടിവെള്ളമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധജലമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതിനൊക്കെ പകരം അവരവിടെ ടണലുകൾ ഈ രാജ്യത്തെ, ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ ഹമാസിന്റെ തലവൻ പറയുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രവാദ മതരാഷ്ട്രവാദ മതയുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ടണലുകൾ കുഴിക്കുന്ന തിരക്കിലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹമാസിന്റെ മുഴുവൻ നേതാക്കന്മാരെ താമസിക്കുന്നത് ഗാസയിലല്ല, ഗാസയ്ക്ക് പുറത്താ. കൂടുതൽ പേര് യൂറോപ്പിലാ. ഈ യൂറോപ്പിലേക്ക് അവരെന്തിനെ പോയി താമസിക്കും? ഇത് മനസ്സിലാക്കാൻ പോലും ഈ കൈയടിക്കുന്നവർക്ക് കഴിവില്ല. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോധപൂർവം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹമാസിനെയും ISISനെയും അൽ-ഖ്വയ്ദയെയും അതുപോലെ ഹിസ്ബുള്ളയെ പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെയും നമ്മുടെ ഈ കൊച്ചു കേരളത്തെയും എല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി ഗൂഢമായി പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ അയൽവക്കങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ശ്രീ സനൽ ജോസ്, പ്രത്യേകിച്ച് അങ്ങ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇസ്രായേൽ രാജ്യം കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഒക്ടോബർ 7-ാം തീയതി സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്തിന് നേർക്ക് തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിടുന്നു. അതിനുശേഷമുള്ള നമുക്കറിയാം, ഇസ്രായേൽ രാജ്യം നമുക്കറിയാം പല നിലപാടുകളുള്ള അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളുള്ള, ഏത് രാജ്യത്തും അത്തരത്തിലുള്ള വ്യക്തികളുണ്ട്, അത്തരത്തിലുള്ള ജനങ്ങൾ ഉണ്ട്. പക്ഷെ ഈ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഡിവിഷൻ കേരള സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഹമാസ് ഭീകരരെ അനുകൂലിക്കുന്നു, ഇസ്രായേലിന് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നു. ഈ ഇസ്രായേലിന്റെ നിലവിലെ ഒരു അവസ്ഥയെ പറ്റി അങ്ങ് ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ ചോദ്യം ഇതാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിലെ പല അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റിനെതിരെ വികാരമുള്ളവരുണ്ടാകാം, ഗവൺമെന്റിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം, അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. അറബ് വംശജരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള യഹൂദന്മാരുണ്ട്, നിരീശ്വര ചിന്തകൾ പേറുന്നവരുണ്ട്. ഈ ഒരു സംഘർഷത്തിലേക്ക്, ഈ ഒരു പ്രതിസന്ധിയിലേക്ക് ആ രാജ്യം വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു ഒറ്റക്കെട്ടായിട്ട് ഇവർ ഒരു പ്രതിസന്ധിയെ നേരിടുന്നത്? നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ വാർത്തകൾ നാം കാണുകയുണ്ടായി. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ ഇസ്രായേലിൽ രൂപീകരിച്ചു. അപ്പോൾ അത് എത്രത്തോളം ഒരു മാതൃകയാണ് ഈ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് ഇസ്രായേൽ നൽകുന്നത്, ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടാം എന്നൊരു കാര്യത്തിൽ? ശ്രീ സനൽ. ലോകത്തിന് മുൻവയ്ക്കാവുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചോദ്യത്തിനുമായിട്ട് ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലോട്ട് നമ്മൾ യാത്ര ചെയ്താൽ ഏഷ്യയുടെ ബോർഡർ കടക്കുന്നതിനിടയിൽ ഇന്ത്യ കഴിഞ്ഞാൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരേയൊരു രാഷ്ട്രം ഇസ്രായേലാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ ഇലക്ട്രോണിക് ബാലറ്റ് വോട്ട് ചെയ്യുമ്പോൾ ഇസ്രായേല് അവർ പേപ്പർ ബാലറ്റിലാണ് ചെയ്യുന്നത്. ഇനി മന്ത്രിസഭയുടെ കാര്യം പറഞ്ഞാൽ 61 അംഗങ്ങളുള്ള ഭരണപക്ഷവും 59 അംഗങ്ങളുള്ള പ്രതിപക്ഷം ഉൾപ്പെടെ 120 അംഗങ്ങളുള്ളതാണ് ഇസ്രായേൽ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ സംഭവിച്ചത്
ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യുദ്ധകാല ഇടക്കാല മന്ത്രിസഭ രൂപം കൊണ്ടു. ആ മന്ത്രിസഭയാണ് അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെന്റ്. ആ ഗവൺമെന്റിനാണ് നിലവിൽ ഇപ്പോഴത്തെ ഭരണത്തിന്റെ ചുമതല. മുമ്പുള്ള ഭരണപക്ഷവും മുമ്പുള്ള പ്രതിപക്ഷവും ഒക്കെ അവിടെ നിൽക്കും. അതിന് യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരും. അതാണ് ഇവിടത്തെ ഭരണപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ പ്രതിപക്ഷത്താവട്ടെ ഭരണപക്ഷത്താവട്ടെ അറബ്സ് ഉണ്ട്, അതിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, പല വിഭാഗക്കാരുണ്ട്. ഇവരെ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നതായ ഒരു സംസ്ഥാനമാണ് ഇസ്രായേലിലുള്ളത്. മറ്റെവിടങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, പശ്ചിമേഷ്യയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റേത് രാജ്യത്ത് ഇത് കാണിച്ചു തരാനായിട്ട് പറ്റും? അതൊന്ന്. ഇതിനു മുമ്പ് പേര് പരാമർശിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആയുധം എടുക്കുക അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന മുദ്രാവാക്യവുമായി നിൽക്കുന്നവരെ ആയുധമെടുക്കാതെ എങ്ങനെ ഇസ്രായേൽ പ്രതിരോധിക്കും എന്നുള്ളത് അത് വളരെ ശരിയാണ്. കാരണം ചുറ്റും രാജ്യങ്ങൾ ഇസ്രായേലിനെ പുറപ്പെടുന്ന ശബ്ദം എന്താ? സ്വതന്ത്ര പലസ്തീൻ എന്നല്ല അവര് പറയുന്നേ, അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നല്ലല്ലോ പറയുന്നേ. അത് പറയുന്നത് ആരാ? അത് ഈ തീവ്രവാദത്തെ വെളുപ്പിക്കാനായിട്ട്, അവർക്ക് വെള്ളപൂശാനായിട്ട് കേരളത്തിൽ സംസാരിക്കുന്നവരാണ് പറയുന്നത് പലസ്തീൻ രാഷ്ട്രം വേണം, സ്വതന്ത്ര പലസ്തീൻ വേണം എന്നൊക്കെ. ഇവിടെ ചുറ്റും കിടക്കുന്ന രാഷ്ട്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരേ ഒരു ശബ്ദം ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്നതായ ഒരു ഫേക്ക് ആയിട്ടുള്ള ആചരണമാണ് ഈ പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്നത്. എത്രയോ കാലങ്ങളായിട്ട് ഈ വിഷയം രാഷ്ട്രങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടനയെ അടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തോടുള്ള ബന്ധത്തിലും ഈ പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന്റെ ഫോർമുലകൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇതൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന്റെ ഫലമാണ് ഇസ്രായേൽ രാഷ്ട്രമായത് ഇന്ന് പലസ്തീൻ രാഷ്ട്രം അല്ലാതായി മാറിയത്. മറ്റ് ജലം ഉപയോഗിക്കും. അതായത് ജലത്തിന് കിണർ കുഴുന്നതിന് പകരം ടണലുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ശരിയാണ്. കാരണം ജലം കിട്ടാൻ അത് വാർത്തയായി. കുട്ടികൾക്ക് കുടിവെള്ളമില്ല, ആശുപത്രിയിൽ ചികിത്സയില്ല. പക്ഷേ $1 മില്യൺ മിസൈൽ അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് സംഭവിക്കും. അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ഇരവാദം പറഞ്ഞ് നിലവിളിക്കുന്നവരുടെ കയ്യിലാണ് $1 മില്യൺ മിസൈലുകളെല്ലാം. ഒരു മിനിറ്റിൽ 5000 റോക്കറ്റ് ഒരു രാജ്യത്തേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഏത് രാജ്യത്തിനും അത് താങ്ങാൻ കഴിയും? ഇന്ത്യ പോലെ രാജ്യത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കോ വേറെ ഏത് രാജ്യത്തിന് കഴിയും? ഇസ്രായേൽ പറയുന്ന രാജ്യത്തിന്റെ വലിപ്പം എന്താ? കേരളത്തിന്റെ 3 വലിപ്പമല്ലേ ഉള്ളൂ. അതിൽ തന്നെ ഇടുക്കി, എറണാകുളം ജില്ല കൂടിയാൽ എന്തോരം സ്ഥലമോ അത്രയും ദേശത്താണ് ആൾതാമസമുള്ളൂ. അതിൽ നിന്നുമാണ് ഈ പറയുന്ന ആധുനിക രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വെച്ചെടുക്കുന്നതും ലോകത്തിന് മുന്നിൽ ഒരു ബദലായി ഇന്ന് ഇസ്രായേൽ നിൽക്കുന്നതും. കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്നും കേരള ഗവൺമെന്റ് അനുമതിയോടുകൂടി ഏകദേശം 2 കോടി രൂപ ചെലവഴിച്ച് ഒരു കർഷകർ കൃഷി പഠിക്കാനായിട്ട് ഇസ്രായേലിലേക്ക് വന്നേ. ഇതൊക്കെ ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ വെക്കുന്ന ബദലുകളല്ലേ? ഒരു ഉദാഹരണം മാത്രമാണ്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ, ഇസ്രായേൽ ആധുനിക ലോകത്തിന് ചെയ്ത സംഭാവനകളെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ മണിക്കൂർ എടുക്കും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് നിരീശ്വരവാദികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് മുമ്പ് പരാമർശിച്ചല്ലോ. ഇസ്രായേലില് മുഴുവൻ ആളുകളും മതഭക്തരോ മതഭ്രാന്തന്മാരോ ആണെന്ന പ്രചരണം പുറത്തുണ്ട്. യഥാർത്ഥത്തിൽ മതത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാതിരിക്കുന്നവരും ഉൾപ്പെട്ട ഒരു സമൂഹം ഇസ്രായേലിലെ സമൂഹം എന്ന് പറയുന്നത്. ഇനി ഇസ്രായേലിൽ ഏതൊരു വ്യക്തിയോടും നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് മതമാണോ നിങ്ങൾക്ക് സയൻസ് ആണോ വലുത് എന്ന് ചോദിച്ചാൽ അവർ ഓരോരുത്തരും പറയൂ അത് സയൻസ് ആയിരിക്കും. ഇസ്രായേൽ പുറത്തു കിടക്കുന്ന രാജ്യത്തിലെ സയൻസ് അധ്യാപകരോട് നിങ്ങൾ ഈ ചോദിക്കുക, നിങ്ങൾക്ക് സയൻസ് ആണോ വലുത് അതോ മതമാണോ വലുത്? ഒരിക്കലും ഇസ്രായേലിന് ലഭിച്ച സയൻസ് ആണ് വലുതെന്ന ഉത്തരമായിരിക്കാം, മറിച്ച് ഒരു കുഴമ്പരുവത്തിലുള്ളതായൊക്കെ ശാസ്ത്രത്തോട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന രീതിയിലുള്ള ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്ന മുദ്രാവാക്യത്തോടു കൂടി നടത്തുന്നതായ പ്രക്ഷോഭങ്ങൾ, അതിനെയാണ് ഇസ്രായേൽ ആയുധം കൊണ്ട് നേരിടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് ഒരേ നാളത്തെ പ്രയത്ന ഫലമായിട്ട് അവർ 1948 മാസം 14-ാം തീയതി രാഷ്ട്രമാകുന്നു. രാഷ്ട്രമായ അന്ന് മുതൽ ഇന്ന് വരെ ഇവരെ ഇല്ലാതാക്കാനായിട്ട് പിന്തുടക്കുന്ന രാജ്യങ്ങൾ പുറമെ നിന്നുള്ള രാജ്യം സപ്പോർട്ടോടുകൂടി ഇസ്രായേൽ ആക്രമിക്കുന്നു.
ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുന്നു. ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ച ഏതെങ്കിലും ആക്രമണം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുമോ? ഇനി യുദ്ധത്തിന്റെ കണക്കെടുക്കും. ഇതിപ്പോ ഏകദേശം ഈ യുദ്ധങ്ങളുടെ കണക്ക് നോക്കിയാൽ ഇപ്പൊ 1967 സിക്സ് ഡേ വാർ ഉൾപ്പെടെ 9ാമത്തെ യുദ്ധത്തിലാണ് ഇസ്രായേൽ പ്രവേശിച്ചത്. ഇതിലെ 8 യുദ്ധവും തുടങ്ങിയത് ഇസ്രായേലല്ല, പക്ഷെ അവസാനിപ്പിച്ച ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നതായ ഇസ്രായേൽ ഹമാസ് യുദ്ധവും തുടങ്ങി വെച്ചത് ഇസ്രായേൽ അല്ല, പക്ഷെ അവസാനിപ്പിക്കുന്നത് ഇസ്രായേൽ തന്നെയായിരിക്കും. ലോകരാഷ്ട്രങ്ങളുടെ പല രീതിയിൽ നിന്നുള്ള ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ രീതിയിൽ അവസാനിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഒരു സമാധാന കരാറിലേക്കോ വെടിനിർത്തലിലേക്കൊക്കെ വരുമെന്ന് തന്നെയാണ് ഇസ്രായേലിലായ മലയാളി സമൂഹത്തിലെ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രീ സനൽ, ഈ ജനങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് എത്രമാത്രം? ഞാൻ നേരത്തെ ആ ചോദ്യത്തിൽ ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം പല രീതിയിൽ ജനമനസ്സുകൾ അല്ലെങ്കിൽ ജനത്തിന്റെ ഒപ്പീനിയൻ വിഭജിക്കപ്പെടുകയാണ്. പലപ്പോഴും ഈ അടുത്ത കാലങ്ങളിൽ നാം കാണുന്ന ഒരു പ്രവണതയാണ് മതത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒപ്പീനിയൻസ് ഒക്കെ വിഭജിക്കപ്പെടുന്ന ഒരു അവസ്ഥ. അവിടെ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ ഈ ഒരു രാജ്യം എത്തി നിൽക്കുമ്പോൾ പല കാഴ്ചപ്പാടുള്ള വ്യക്തികളുണ്ട്, ആ ദേശത്ത് വസിക്കുന്നവരുണ്ട്, ഗവൺമെന്റിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ട്, പല ചിന്താഗതികളുണ്ട്, അറബ് വംശജർ വരെ അവിടെ ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ഗവൺമെന്റിനോട് അവർ പുലർത്തിയ ആ ഒരു മനോഭാവം എങ്ങനെയാണ് ശ്രീ സനൽ? 100% ഇപ്പൊ ഭരിക്കുന്ന ബെന്യാമിൻ നെതന്യാഹു നേതൃത്വം കൊടുക്കുന്നതായി ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവിഭാഗത്തിലുള്ളവരും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടതുമായ സകല വിഭാഗങ്ങളും, അത് മതത്തിൻ്റെതായിക്കോട്ടെ ഗോത്രത്തിൻ്റെതായിക്കോട്ടെ ഏത് രീതിയിലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാവരും ഒറ്റയായിട്ട് നിലവിലെ ഭരിക്കുന്ന ഗവൺമെന്റ്, ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഗവൺമെന്റ് പൂർണ്ണ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ യാതൊരു വ്യത്യാസമില്ല. ഈ യുദ്ധത്തിന് മുമ്പ് വരെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ പൊതുത്തിലിറങ്ങി സമരം ചെയ്യുന്നത്. അതായത് ഇന്ന് ഗവൺമെന്റിനെതിരെ റോഡിലിറങ്ങി ജനങ്ങൾ സമരം ചെയ്യാൻ കൂടിയുള്ള അവകാശം രാജ്യം കൂടിയാണ് ഇസ്രായേല്. മറ്റേത് രാജ്യത്ത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റേത് രാജ്യത്താണ് ഇങ്ങനെയുള്ളത്? അത് തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിജയമല്ലേ? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഗവൺമെന്റ് ജനാധിപത്യ സംവിധാനം. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, 100% ഞാൻ തറപ്പിച്ച് ചെയ്യുന്നു, ഇവിടെ മുഴുവൻ ജനങ്ങൾ വന്നു പാർക്കുന്ന പ്രവാസികളായവരും പോലും ഇതിക്ക് വേണ്ടി കടന്നു വന്നിട്ട് സ്റ്റഡി വിസയിൽ പഠിക്കാനായിട്ട് ഇവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഹൈഫിൽ തന്നെ ടെക്നിയോൺ യൂണിവേഴ്സിറ്റി, ഇതിൽ ഐഐടികളോടൊപ്പം കിടപിടിക്കുന്ന ടെക്നിയോൺ യൂണിവേഴ്സിറ്റിയിലടക്കം പഠിക്കാനായിട്ട് നിരവധി സ്റ്റുഡൻസ് ഇസ്രായേലിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇവിടുത്തെ ഗവൺമെന്റിന് 100% പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓക്കെ. ഒരു ചോദ്യം കൂടി വളരെ ബ്രീഫായിട്ട് അങ്ങ് മറുപടി നൽകുമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഈ ഹമാസ് ആണ് ഇസ്രായേലിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചത്. 101% വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഏതൊരു യുദ്ധവും നമുക്കറിയാം ഈ അതിർത്തി മേഖലകളിലാണ് നടക്കുന്നത്. ഇവിടെയും അതിർത്തി മേഖലയിലാണ്, മുള്ളുവേലി ആ ഒരു സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിലാണ് സംഘർഷം രൂക്ഷമായി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, ഗാസയുടെ മേഖല അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സദേൺ മേഖല. പക്ഷേ ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറുസൈഡിലുള്ളവർ, അതായത് ഈ ഹമാസ് തീവ്രവാദികൾ ആക്രമണം തൊടുത്തുവിടുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. അവരെ മറയാക്കിയാണ്. ഈ യുദ്ധഭൂമിയിൽ ഹമാസിന്റെ സൈഡിൽ ഏറ്റവും കൂടുതലുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഭൂമിക്കടിയിലാണ് ഈ ഹമാസ് തീവ്രവാദികൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ആയിരിക്കുന്നത്. ഇസ്രായേൽ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട്, അത് തീർച്ചയായും ഒരിക്കലും നിഷേധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ തിരിച്ചടി കൊടുക്കുമ്പോൾ പോലും ഈ ഹമാസ് മനുഷ്യ കവചമാക്കിയ ഈ സാധാരണക്കാരുടെ ആ ഒരു ജീവൻ പൊലിയാതിരിക്കാൻ ഉള്ള ഒരു നടപടികൾ എത്രത്തോളമാണ് ഇസ്രായേൽ സ്വീകരിക്കേണ്ടത്? ഇസ്രായേലിന് അതിന് പരിമിതി ഉണ്ടെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള തിരിച്ചടി കൊടുക്കുമ്പോൾ, തിരിച്ചടി തീർച്ചയായും തന്നെ കൊടുക്കണം, പക്ഷെ തിരിച്ചടി കൊടുക്കുമ്പോൾ സാധാരണക്കാരുടെ ആ ഒരു കാഷ്വാലിറ്റി മാക്സിമം ഒരു ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൂടുതൽ ശക്തമായ ഒരു നടപടികളിലേക്ക് ഇസ്രായേൽ കുറെ കൂടി കിടക്കേണ്ടതല്ലേ ശ്രീ സനൽ? ഇവിടെ ഇസ്രായേൽ ഹമാസിന്റെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴാണ് ഒരു ആക്രമണം നടത്തിയതിനു ശേഷമാണോ? അല്ലല്ലോ. ആക്രമണം നേരിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം യുദ്ധം ആദ്യം പ്രഖ്യാപിച്ചു, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അവിടുത്തെ സാധാരണ പൗരന്മാരോട് നിങ്ങൾ താമസം മാറണം, ഹമാസിന്റെ അല്ലെങ്കിൽ ഭീകര കേന്ദ്രത്തോട് അടുത്ത് താമസിക്കുന്നവരൊക്കെ അവിടെ നിന്ന് മാറണമെന്ന് മുൻകൂട്ടി ആവശ്യപ്പെട്ടു. അതിനിടയിൽ പറഞ്ഞ സമയത്താണ് യുദ്ധം തുടങ്ങിയത്. അതിനും
മണിക്കൂറുകൾക്ക് ശേഷമാണ് യുദ്ധം ആരംഭിച്ചത് തന്നെ. പിന്നെ മനുഷ്യ കവചം അതെല്ലാ കാലത്തും ഈ ഇസ്രായേൽ ഹമാസുമായിക്കോട്ടെ അല്ലെങ്കിൽ പലസ്തീൻ യുദ്ധമായിക്കോട്ടെ എല്ലാ കാലത്തും ഈ മനുഷ്യ കവചം എന്നുള്ളത് അതൊരു സ്ഥിരം ആയമാണ്. എന്തിനും നമ്മുടെ നാട്ടിലെ മക്കളിൽ പോലും അമ്മനെ എടുത്ത് കൈപ്പിടികൊണ്ട് കരയുന്ന ചിത്രങ്ങൾ എത്രയോ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ യുദ്ധത്തിലായാലും ഈ പറയുന്ന ഇസ്രായേലിന്റെ എതിര് ഒരു കാര്യത്തിൽ വിജയിച്ചു, അത് അംഗീകരിച്ചേ പറ്റൂ. ലോകത്ത് ഇസ്രായേലിനെ ഭീകര രാഷ്ട്രമായി ചിത്രീകരിക്കാൻ, ഇസ്രായേൽ വെറുക്കപ്പെടേണ്ടവരാണെന്ന് വരുത്തി തീർക്കുന്നതിൽ അവർ വിജയിച്ചു. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടി സാധാരണ പൗരന്മാരെ അവരവിടെ ബലിയാടാക്കുകയാണ്. ആശുപത്രി, സ്കൂളുകൾ, ഇതെല്ലാം മറവിൽ നിന്നുകൊണ്ടാണ് ഇവർ ആക്രമിക്കുന്നത്. ഇനി ആക്രമിച്ച കേന്ദ്രത്തെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അവിടെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞ ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടക്കുന്നത്. അല്ലാതെ ഒരു സുഭാഗത്തിൽ ആക്രമിച്ചു കഴിഞ്ഞ ശേഷമല്ല ജനം അത് അറിയുന്നത്. ഇസ്രായേൽ വന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയേണ്ട കാര്യം. കാരണം എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ പറയുകയും ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ ഇന്ന ഞങ്ങളിലേക്ക് ആക്രമണം സ്ഥലങ്ങൾ നോക്കി ഞങ്ങൾ ആക്രമിക്കും. ഈ യുദ്ധത്തിലും ഹമാസ് യുദ്ധത്തിലും ഇസ്രായേൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ എല്ലാം തകർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഇസ്രായേൽ സംബന്ധിച്ച് ഇവിടെ നിലനിൽപ്പിന്റെ പ്രശ്നം. കാരണം ഓരോ യുദ്ധം നടക്കുമ്പോഴും കുറെ സിവിലിയൻസ്, സാധാരണ പൗരന്മാർ പക്ഷത്തും മരണപ്പെടും. അതിനുശേഷം സമാധാന കരാറ് വരുന്നു. സമാധാന കരാറിനെല്ലാം ശാന്തമായി പോകുന്ന അവസ്ഥയിൽ ഇസ്രായേൽ പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാനായിട്ട് 24/7 ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ സമീപത്തുള്ളവർ ഇസ്രായേലിനെ മുഖമുഖത്ത് നിന്ന് തുടക്കാനായിട്ട് അതിൽ ആയുധങ്ങൾ, മിസൈലുകളായിരുന്നു. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട് അത് എത്ര വർഷം, അതായത് 1900ഓളം വർഷങ്ങൾ ഇസ്രായേൽ താമസിക്കാനായി സാധിച്ചില്ല, ഒരു രാഷ്ട്രമാകാൻ സാധിച്ചില്ല. ഒരു രാഷ്ട്രമായിട്ട് വെറും 75 വർഷമേ ആയിട്ടുള്ളൂ. ഈ 75 വയസ്സുള്ള ഈ കൊച്ചു രാജ്യത്തെ ഇനിയും തുറക്കണമെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് മറ്റു ഓപ്ഷനില്ല. അവരുടെ കൂടി ചിന്തിക്കും, മറ്റു സ്ഥലത്തേക്ക് ഇനി പോകാനായിട്ട് പറ്റില്ല എന്നുള്ളത് വളരെ വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. വ്യക്തമാണ്. ഞാൻ സമയ പരിമിതി മൂലം ഇടപെടുകയാണ്. ശ്രീ ടി ദേവപ്രസാദ്, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം നമുക്ക് കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. എന്റെ ചോദ്യം ഇതാണ്, ഈ ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽ ഈ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് ഈ പാലസ്തീനിൽ മാത്രമാണ്. നമുക്കറിയാം ഈ യമനിൽ നടക്കുന്ന ഈ ഹൂതി തീവ്രവാദികളുടെ ആക്രമണം, അതിൽ ഈ സൗദികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള നിരവധി പേർ മരിച്ചു വീഴുന്നുണ്ട്. അർമേനിയ, അസർബൈജാൻ ആ ഒരു സംഘർഷം നമുക്കറിയാം. നിരവധി ക്രൈസ്തവരാണ്, ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോൾ അർമേനിയയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നഗോർണോ കരാബാക്ക് ആ ഒരു പ്രദേശത്ത് നിന്ന്. ഒപ്പം തന്നെ ഈ നൈജീരിയ പോലുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ പീഡനങ്ങൾ നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം പോലും ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നു അവിടെ ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളെ സംബന്ധിച്ച്. ഈ ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിക്കുന്ന ഏതൊരു രാജ്യത്തും അവിടുത്തെ ന്യൂനപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർക്കാഴ്ചകൾ ദിനംപ്രതി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് പാലസ്തീനോട് മാത്രം ഐക്യദാർഢ്യം, പാലസ്തീൻ എന്ന വ്യാജേന പലരും നടത്തുന്നത് ഈ ഹമാസിനോടുള്ള ഈ ഐക്യദാർഢ്യം, മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും ഇവർക്ക് അതൊരു ലംഘനമായി തോന്നുന്നില്ലേ ശ്രീ ടി ദേവപ്രസാദ്? മലപ്പുറത്തെ സോളിഡാരിറ്റിയുടെ പ്രകടനത്തിന്റെ മുദ്രാവാക്യം തന്നെ പാലസ്തീൻ മാത്രമല്ല, സയണിസത്തിനും ഹിന്ദുത്വയ്ക്കെതിരെയാണ് അവർ സമരം നടത്തിയത്. പാലസ്തീൻ സമരത്തെ, അല്ലെങ്കിൽ ജസ്റ്റിൻ പറഞ്ഞതുപോലെ ഇത് പാലസ്തീൻ സമരം അല്ല, ഇത് ഹമാസ് തീവ്രവാദികൾക്കെതിരായ സമരമാണ്. വാസ്തവത്തില് ഈ ഹമാസ് തീവ്രവാദികൾക്കെതിരെയുള്ള സമരത്തെ അവരുടെ വർഗീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിനൊരു ഇപ്പം നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടന, പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള പേര് കേട്ട ഒരു വർഗീയ സംഘടനയാണെന്ന് തോന്നുന്നു. അവരുടെ ഏത് സംഘടന എടുത്ത് നോക്കിയാലും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാം ഇങ്ങനെ പുറമേ കാണുന്ന പേരുകളെല്ലാം ഇതാണെങ്കിലും അതിന്റെ ഉള്ളിലുള്ളത് തനി വർഗീയതയാണെന്ന് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിപ്പം ഇതുപോലെ ഇവരെ പോലെ വഴിയിലിറങ്ങി പ്രകടനം വിളിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ ഒരു ബഹുജനത്തിൽ ഒരു ഭൂരിഭാഗം പേരും ഈ ഹമാസ് തീവ്രവാദികളായി തന്നെ കാണുകയാണ്. അതുപോലെ ഈ ജോർജ് ചൂണ്ടിക്കാണിച്ച് വളരെ കൃത്യമാണ്.
ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച്, ഈ ഒരു ഒറ്റ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നമുള്ളൂ. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഇതിനെക്കുറിച്ചേ പറയുള്ളൂ. ഇപ്പം നമുക്കറിയാം, ലിബിയയിൽ ഒരു 21 ക്രിസ്ത്യാനികളെ പരസ്യമായിട്ട് അതിന്റെ തീവ്രവാദികൾ അത് ലോകത്ത് മുഴുവൻ അതിന്റെ വിഷ്വൽസ് അയച്ചു കൊടുത്തു. അതൊന്നും മനുഷ്യാവകാശ ലംഘനമായിട്ട് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നവരും പറയത്തില്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഈ ഇതിന് പീഡനങ്ങൾക്ക് ഇരയാകുന്നവർക്കും ശരിയായ അളവിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ അത് പിന്നെ വളർന്നു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോ പഴയതുപോലെ ഒരു സമീപനം അല്ല ഉള്ളത്. ഈ പണ്ട് പാലസ്തീൻ, ഇപ്പൊ യാസർ അറാഫത്തിനോടൊക്കെ നമ്മുടെയൊക്കെ നിങ്ങളൊക്കെ ജോലിയൊക്കെ കുറച്ചുകൂടെ ചുവാവാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് യാസർ അറാഫത്തൊക്കെ ഒരു വലിയ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തോടൊക്കെ നമ്മൾ പിന്തുണയായിരുന്നു. പക്ഷെ ഇപ്പം പാലസ്തീൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഹമാസ്, ഇവിടെ പാലസ്തീനെ ജസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ ഹമാസുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ്. തീവ്രവാദികൾ ലോകത്ത് എവിടെയായാലും എതിർക്കപ്പെടേണ്ടതാണ്. അതിൽ കേരളത്തിലെ ഇപ്പം ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ പോലെ തന്നെ ഈ വോട്ട് ബാങ്കിനെ ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമീപനം അല്ലാതെ ഇവിടെ പ്രകടമാകപ്പെടുന്നത് മതേതരത്വ സമീപനമോ മനുഷ്യാവകാശ സമീപനമോ ഒന്നുമല്ല. ഈ പറയുന്നവരില് പലർക്കും മനുഷ്യാവകാശ അല്ലെങ്കിൽ മതേതരത്വ സമീപനവും ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം എന്നുള്ളതാണ്. അധികാരം പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനാണ് ഈ അധികാരം ഉപയോഗിക്കുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തണം, അവരുടെ ആൾക്കാരെ പദവികൾ കയറണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ അധികാരം പിടിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അവരുടെ കൂടെ നിൽക്കും. കാരണം അവർക്കൊക്കെ ചില പ്രയോജനങ്ങളുണ്ട്. ഓരോരുത്തർക്കും പിന്നെ അളവ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇതിന്റെ പ്രയോജനങ്ങൾ കിട്ടും. പ്രയോജനം കിട്ടുന്നവർ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അല്ലാതെ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു മനസ്സാക്ഷി അല്ല ഇത്. കേരളത്തിലെ പൊതുസമൂഹം ഇന്നും ഹമാസുകളെ തീവ്രവാദികളായി കാണുകയും തീവ്രവാദികൾക്കെതിരെ കർശന നടപടി എടുക്കണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ്. അത് പ്രകടമാക്കപ്പെടേണ്ട അവസരത്തിൽ അവർ പ്രകടമാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ ഇവർ ഈ പറയുന്നതിന്റെ ഏറ്റവും തനിനിറം പ്രകടമാക്കിയതാണ് ഈ മലപ്പുറത്തെ ആ പ്രകടനത്തിലുള്ളത്. മലപ്പുറം പ്രകടനത്തിലെ ബാനർ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഹിന്ദുത്വയ്ക്കെതിരെ ഉള്ള ഒരു സമരം എന്നാണ്. ഹിന്ദുത്വയും പാലസ്തീനുമായിട്ട് എന്താ ബന്ധമായിരിക്കുന്നത്? പാലസ്തീനും ഹിന്ദുത്വമായിട്ട് എന്താ ബന്ധമായിരിക്കുന്നത്? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അറിയാതെ വന്നു പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മനുഷ്യർ കാണുമെന്ന് കരുതിയില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇപ്പൊ ഹിന്ദുത്വ ശരിയാന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഹിന്ദുത്വക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലപാടിനെതിരെ പ്രതിഷേധിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഈ ഏത് സാഹചര്യങ്ങളെയും ഒരു മുസ്ലിം തീവ്രവാദം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. പിന്നെ മുമ്പേ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള പോലീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇത് വേറെ ഉള്ള പോലീസും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് ഇത് സംബന്ധിച്ചുള്ള വല്ല നടപടികളിലേക്കൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. ഇതൊന്നും ഇപ്പോഴേ ഒന്നും അവസാന തീരുമാനം എടുക്കാനായിട്ടില്ല. ഇവിടെ ഹമാസ് തീവ്രവാദി പ്രസംഗിക്കാനിടയായ സാഹചര്യങ്ങളൊക്കെ ഗൗരവത്തിൽ വീക്ഷിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ ചിലപ്പം കുറച്ച് സമയം എടുക്കുമായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ ഒക്കെ പശ്ചാത്തലമൊക്കെ വന്നതോടെ പെട്ടെന്ന് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ അത് മാറിപ്പോയി. ഇനിയിപ്പോൾ ഇതിലേക്കൊക്കെ വരും, മറന്നുപോയ കാര്യങ്ങളിലേക്കൊക്കെ വരും. അതിലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാവും. ഇവിടുത്തെ പൊതുസമൂഹം തീർത്തും ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ പീപ്പിൾ. ഇന്ത്യയിലെ ജനങ്ങള് വളരെ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സാമാന്യം ആര് പറയുന്നത് പോലെയല്ല, അവർക്ക് സ്വന്തമായ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾക്ക് തീവ്രവാദി ആരാണെന്ന് മനസ്സിലാവും, പ്രതിരോധിക്കുന്ന ആരാണെന്ന് മനസ്സിലാകും. ഇതൊന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇസ്രായേൽ തീവ്രവാദത്തെ പ്രതിരോധിക്കുമ്പോൾ അവർക്കാണ് ഇന്ത്യൻ മനസ്സിന്റെ ഒരു ഭൂരിഭാഗത്തിന്റെ പിന്തുണ എന്നുള്ളതിന് ഒരു സംശയമില്ല. അതാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, അവസാനത്തെ ചോദ്യം. ഈ ഹമാസ് ഭീകരവാദികൾ അവർ സ്വയം അവകാശപ്പെടുന്നത് അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അല്ലെങ്കിൽ സേനാനികളാണ് എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. അത് ഏത് ഭീകര സംഘടനയായിക്കോട്ടെ, ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആയിക്കോട്ടെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിക്കോട്ടെ, അവർ സ്വയം ചിന്തിക്കുന്നത് തങ്ങൾ നടത്തുന്നത് വലിയ വിപ്ലവമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ്. പക്ഷെ അവർ അവകാശപ്പെടുന്ന ആ ഒരു കാര്യത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത് അവരുടെ സംഘടനയിലെ പുറത്തുനിന്ന് അവരെ വീക്ഷിക്കുമ്പോൾ അവർ അവകാശപ്പെടുന്ന ആ ഒരു വാദത്തിന്റെ പൊള്ളത്തരം കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ചോദ്യം ഇതാണ്: ഈ കേരളത്തിലുള്ളവർ ഈ ഹമാസ് ഭീകരർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അല്ലെങ്കിൽ പ്രതിരോധ സേനക്കാരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നു എങ്കിൽ ഈ ഹമാസ് തീവ്രവാദികളുടെ ഈ ഒരു മനസ്സും
അല്ലെങ്കിൽ ഈ ഹമാസ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി ചിത്രീകരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സും അത് ഏകദേശം ഒത്തുപോകുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ലേ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽ? ജോർജ്, നല്ല ചോദ്യം. എന്ത് സ്വാതന്ത്ര്യ സമരമാണ് എന്നുള്ളത് ഇതിനിടയിൽ തന്നെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്ത് സ്വാതന്ത്ര്യ സമരമാണ് ജോർജ്? ഇതേപോലുള്ള സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വീരശൂര പരാക്രമികളെ പോലെയുള്ളവർ നടത്തിയ ഒരു സ്വാതന്ത്ര്യ സമരം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്, അൽഖ്വയ്ദയുടെ ഒക്കെ നേതൃത്വത്തിലൊക്കെ നടത്തിയത്. അവിടെ എന്ത് സ്വാതന്ത്ര്യ സമരം ഉള്ളത്? അവിടുത്തെ പെൺകുട്ടികൾക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസം കൂടെ നഷ്ടപ്പെട്ടു. 4 വയസ്സും 5 വയസ്സുമുള്ള പെൺകുട്ടികളെ പോലും അവിടുത്തെ ചാവുകറുകൾക്ക് സെക്ഷൽ ടൂളുകളായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചു. വിദ്യാഭ്യാസം നേടിയ മുഴുവൻ കുട്ടികളുടെയും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മുഴുവൻ സർട്ടിഫിക്കറ്റുകളും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളും കത്തിച്ചു കളഞ്ഞു. ഇതൊക്കെ എന്ത് സ്വാതന്ത്ര്യമാണ്? ഇതെന്ത് സ്വാതന്ത്ര്യ സമരമാണ്? ഇതൊന്നുമല്ല സ്വാതന്ത്ര്യ സമരം. ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഇതേപോലെ നിലപാടുകൾ എടുത്തുകൊണ്ട്, തീവ്ര നിലപാടുകൾ എടുത്തുകൊണ്ട്, മത തീവ്രവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഭീഷണിയാകുന്നത് ഈ നാട്ടിലെ, കേരളത്തിലെയും ഇന്ത്യയിലെയും ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തിനാണ്. അതും പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയുന്നില്ല. പാവപ്പെട്ടവര്, നിഷ്കളങ്കര്, ഇതിനെപ്പറ്റി ഈ തീവ്രവാദ നിലപാടുകളിലേക്കൊന്നും പോകാതെ, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ സാധാരണ മുസ്ലിം സമൂഹത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ഇത്തരക്കാര് ഈ തീവ്രവാദ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഹമാസ് ഒരു തീവ്രവാദി സംഘടന മാത്രമാണ്. അതൊരു തീവ്രവാദിയല്ല, അതൊരു ഭീകരവാദ സംഘടനയാണ്. അത് ഒരിക്കലും പാലസ്തീനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടുന്ന ഒരു മനുഷ്യാവകാശങ്ങളും അത് നേടിക്കൊടുക്കുന്നില്ല. പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങളും അത് ചെയ്തു കൊടുക്കുന്നില്ല. അവിടുത്തെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും, അവിടുത്തെ ജനങ്ങൾക്കുള്ള തൊഴിലും, അവിടുത്തെ കുടിവെള്ളവും, അവിടുത്തെ കരണ്ടും, അവിടുത്തെ ആശുപത്രിയിലെ മരുന്നും എല്ലാം വിതരണം ചെയ്യുന്നത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെതിരെ മുമ്പേ നമ്മുടെ സനല് പറഞ്ഞതുപോലെ ആ ഇസ്രായേലിനെതിരെ തങ്ങൾക്ക് വെള്ളവും വളവും ഭക്ഷണവും ജീവനുമെല്ലാം നൽകുന്ന ആ രാജ്യത്തിനെതിരെ നടത്തുന്ന ഈ നിലപാടിനെ, ഈ ഒളിപ്പോരിനെ ഒരിക്കലും സ്വാതന്ത്ര്യ സമരം എന്ന് പറയാൻ വേണ്ടി പറ്റുകയില്ല. ഇത് തീർച്ചയായിട്ടും ഇത് ഭീകരവാദം തന്നെയാണ്. ഈ ഭീകരവാദത്തെയാണ് നമ്മൾ തള്ളി പറയേണ്ടത്. ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹം ഈ പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് അഫ്ഗാൻ കുടിയേറ്റക്കാരെയാണ് ഒഴിപ്പിക്കുന്നത്. അസർബൈജാനിൽ പ്രശ്നങ്ങൾ നടക്കുന്നു, ഉക്രൈനിൽ പ്രശ്നങ്ങൾ നടക്കുന്നു, നൈജീരിയയിൽ ഓരോ ദിവസവും 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. എന്തിനേറെ ഞാൻ പറഞ്ഞല്ലോ, ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പാവപ്പെട്ട പെൺകുട്ടികളെ അതിഭീകരമായി ഓരോ ദിവസവും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ പോലും പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് വിശേഷിപ്പിക്കുന്ന, പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർ കൊണ്ടുപോകുന്നതിനെതിരെ ഇവിടുത്തെ ദേശസ്നേഹികൾ എന്ന് പറയുന്ന, മനുഷ്യാവകാശ പ്രേമികൾ എന്ന് പറയുന്ന ഈ സാമൂഹ്യ പ്രവർത്തകർക്കും ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കും ഒന്നും ഒരു ചിന്തയും ഒരു ബോധവും വരാത്തത് ഇത് തന്നെ സൂചിപ്പിക്കുന്നത് ജോർജി, ഈ തരക്കാര് ബോധപൂർവം തന്നെ കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പുറകെ സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് കേരളത്തിൽ നമുക്കറിയാം, ശ്രീ ദേവപ്രസാദ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇത് രാഷ്ട്രീയമാണ്, വൃത്തികെട്ട രാഷ്ട്രീയമാണ്. ഈ നാടിനെ, ഈ കേരളത്തെ, നമ്മുടെ അപ്പനപ്പന്മാരെല്ലാം കൂടെ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ ഈ കേരളത്തിന്റെ സംസ്കാരത്തെ, ഈ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒത്താശ ചെയ്തുകൊണ്ട് നടത്തുന്ന തീവ്രവാദത്തെ വളർത്തുന്ന നടപടിയാണ്. ഇതിനെതിരെയാണ് ഇവിടുത്തെ പൊതുസമൂഹം ഒന്നിച്ച് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കൈകോർത്ത് മുന്നോട്ട് വരേണ്ടതും പോരാടേണ്ടതും. നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ തീവ്രവാദത്തെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അനുകൂലിക്കുന്നവരെയും ഈ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി പറ്റുകയില്ല. ഓക്കെ, വളരെ വ്യക്തമാണ്. അവസാനമായി ഒരൊറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിഷ്കളങ്കരെ പിച്ചു ചീന്തുന്ന, സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ അപലപിക്കുവാൻ, തള്ളിപ്പറയാനുള്ള നട്ടെല്ല് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉണ്ടാകട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സനൽ ജോസ്, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഒപ്പം ശ്രീ ടി ദേവപ്രസാദ്, 3 പേർക്കും നന്ദി.